വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എംലൂസിനെ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വീട്ടിൽ പോകണമായിരുന്നു. പിന്നെ അവിടുന്ന് കുറേ പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെന്താ കവര് കാണാൻ പോകണം, ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത്? നല്ലതുപോലെ ബ്രഷ് ചെയ്തേ. നല്ലതുപോലെ. ഗുഡ് ബോയ്. ചെയ്യ. ഇവിടെ പിടിക്കേ. ബ്രഷ് ചെയ്യ. അയ്യ അതൊക്കെ അടിക്കാതെടാ. എന്നാ ഇങ്ങനത്തെ ഉമ്മച്ചിയുടെ കയ്യിൽ എങ്ങനെയാ ചെയ്യുന്നേ? കാണിച്ചേ കാണിച്ചേ കാണിച്ചേ. നല്ലപോലെ ബ്രഷ് ചെയ്യുന്നേ. ഇപ്പം വെറുതെ വായി വെക്കുക കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ ജോലിയെല്ലാം ഒതുക്കി റൂമിലോട്ട് കയറിയതാണ് കേട്ടോ. എനിക്ക് റൂമിൽ കുറച്ച് പണിയുണ്ട്. ഒരുപാട് തുണി മടക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് എംലൂസ് അവൻ്റെ ടോയ്സ് എല്ലാം കട്ടിലേ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. അതൊക്കെ ഇനി അടുക്കി പറക്കിയാക്കി ഒന്ന് വെക്കണം. ഞാൻ ഇതാണ്ട് കുഞ്ഞിൻ്റെ ടോയ്സ് വെക്കാൻ വേണ്ടി മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇത് സംഭവം സെറ്റാണ് കേട്ടോ. 280 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല സ്പേസും ഉണ്ട്. അതാണ്ട് ഇത്രയും ടോയ്സ് ഇരിക്കുമ്പോൾ തന്നെ പകുതി ഭാഗമേ ആകത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുള്ള് ഒരുപാട് ടോയ്സും കാര്യങ്ങളും ഒക്കെ കൊള്ളും കേട്ടോ. എനിക്ക് നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം എനിക്ക് അടുക്കി പറക്കി വെക്കണം. പിന്നെ കുറേ തുണികൾ ഉണ്ട് മടക്കാൻ. അങ്ങനെ ഇന്ന് ഫുള്ള് റൂമിൽ ഒതുക്കലും പറക്കലും കാര്യങ്ങളും ഒക്കെയാണേ. ഇതെല്ലാം എംലൂസിൻ്റെ ടോയ്സാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൂടെ ഉള്ളു അവനെല്ലാം പറക്കിയിട്ട് കളിക്കുന്നതൊക്കെ. ഒരുപാട് നേരവും വെളിയിലൊക്കെ പോയി നിന്ന് കളിക്കുന്നത് കൊണ്ട് ഇതൊന്നും പറക്കി അങ്ങനെ എടുക്കത്തതൊന്നുമില്ല. ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് വെളിയിലോട്ട് ഇറക്കാതെ നിർത്തിയേക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എംലൂസ് ഒരു പണി തന്ന് ഫെവിക്കോൾ ഉണ്ടല്ലോ, അതെടുത്താണെങ്കിൽ പൊട്ടിച്ച് വായിലെല്ലാം ആക്കി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് പാടായിരുന്നു കേട്ടോ 2 ദിവസം. ആകെ ടെൻഷൻ അടിച്ച് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റൂമിൽ നിന്ന് എല്ലാം ഒന്ന് ഒതുക്കാമെന്ന് വെച്ച്. സാധാരണ ഇവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വായിലൊന്നും എടുത്ത് വെക്കാത്തതാണ്. പക്ഷേ ഇതെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഈ ടോയ്സൊക്കെ ഒന്ന് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കട്ടെ. ഇത് എംലൂസിൻ്റെ വാപ്പി കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ അവൻ വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല. അവന് അടുക്കളയിലുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ മതി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണേ. 150 രൂപയാണ് കേട്ടോ രണ്ടിനൂടി. പക്ഷേ എനിക്കത് നല്ല അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഇളകി. ഇപ്പോൾ കുറച്ച് 2 ആഴ്ചയായി ഇത് നല്ലപോലെ അവൻ യൂസ് ചെയ്ത്. പക്ഷേ എന്നാലും ഇത് പൊട്ടിപ്പോവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്പീഡ് ആയിട്ടൊക്കെ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കളിപ്പാട്ടങ്ങളും വെറുതെ വാങ്ങിക്കും. പക്ഷെ ഒന്നും അവൻ യൂസ് ആകത്തില്ല. ഞാൻ പിന്നെ നിർബന്ധിച്ച് എടുത്തിട്ട് കളിക്കാൻ കൊടുക്കുന്നത്. പെരക്കകത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കട്ടെന്ന് വെച്ച്. പക്ഷേ പിന്നെ അത് എനിക്ക് ജോലിയാണ്. എല്ലാം പറക്കി ഒതുക്കി വെക്കണം. ഒന്നേന്ന് തപ്പി എടുത്ത് നിൽക്കണം. അവൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ളതുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ സ്പേസ് ഉണ്ടെന്നുള്ളത്. കണ്ടോ, ഇനിയും നല്ല സ്പേസ് ഉണ്ട് ഇതിന്. ഈ കാർ ഇതിലല്ല വെക്കുന്നത് കേട്ടോ. ഇത് അലമാരിയിലാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പെട്ടെന്ന് ഇവന് എടുത്തെല്ലാം കൂടി ഇട്ട് താഴോട്ട് എടുത്തിടുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തങ്ങ് മാറ്റുവേ. വേണ്ടേ. അങ്ങനെ നമ്മുടെ ടോയ് ബോക്സ് ഞാൻ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരത്തേക്ക് ഇരിക്കത്തുള്ളൂ. ആൾ വീണ്ടും കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വീണ്ടും ഞാൻ ഒന്നേന്ന് അടുക്കി പറക്കി വെക്കേണ്ടി വരും. എല്ലാം നേരത്തെ ഇട്ടിട്ട് ആളൊന്നും അറിയാത്ത രീതിയിൽ അങ്ങ് ഉറങ്ങുക. ഇവിടെ ഇരുന്ന കളിയായിരുന്നു. പിന്നെ ഉറങ്ങണമെന്ന് പറഞ്ഞ് രാവിലെ എംലുവിനൊരു ഉറക്കവും കാര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആൾ ഉറങ്ങാൻ കയറിയത്.
പിന്നെ എന്താണ്ട് ഇത് ഞാൻ എംലൂസിന് വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഒരു ടെൻറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 295 കേട്ടോ. ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ കുറേ പാടുപെട്ട്. പിന്നെന്താ, ഇതിനകത്ത് ഞാൻ ടോയ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യും. ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതിനകത്തോട്ടൊക്കെ ഇരുത്തുന്നൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അവന്. പിന്നെ അതുപോലെ ആ സൈഡിൽ ഇത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇരിക്കും, അവരുടെ വാപ്പിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തൊന്ന് ഇരിക്കാൻ കയറും. അല്ലെങ്കിൽ ഇപ്പം വലിയ മൈൻഡൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഇഷ്ടമല്ലേ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാമോ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളൊരു മൈൻഡാണ് എൻ്റേത് കേട്ടോ. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ അവനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ദാണ്ട് ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ, പാത്ത് നോക്കുന്നു. എന്തുവാ കുറച്ച് നേരം കൂടി കിടക്കുമോ? ഉമ്മച്ചിക്ക് ഇച്ചിരി ജോലിയുണ്ട്. കിടക്കുമോ? എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചോദിച്ചത് വാപ്പി എന്ത് ചെയ്യണമെന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇക്കെ പോകുന്ന ടൈമിൽ എന്താകുമെന്നൊന്നും അറിയത്തില്ല. നല്ല ബഹളവും കാര്യങ്ങളും ആയിരിക്കും. കാരണം ഒരു സെക്കൻഡ് പോലും ഇപ്പം വാപ്പി ഇല്ലാതെ നിൽക്കത്തില്ല. എംലൂസേ, അങ്ങനെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ഹോസ്റ്റലിലോട്ടാണ് കേട്ടോ. ഇന്നിവിടെ കുറേ പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇക്കായ്ക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു. നമ്മൾ നേരെ വന്നത് ഔട്ട്ഫിറ്റിലോട്ടാണ് കേട്ടോ. നല്ല കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു പാൻറ്റാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പാൻറ്റൊക്കെ എടുത്ത് നേരെ വന്നത് സ്റ്റാറിലോട്ടാണ്. എംലൂസിനാണെങ്കിൽ നല്ല പനിയുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എത്ര മണിയായി? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വന്നത് നമ്മുടെ വീട്ടിലോട്ടായിരുന്നു. അവിടെ വന്നപ്പം നല്ല ഏലക്കകത്ത് ചോറൊക്കെ വിളമ്പി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്കിനി കരുനാപ്പള്ളി പോകണമായിരുന്നു. വെഡ്സിൻ്റെയിൽ എനിക്കൊരു ടോപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. പക്ഷേ എംലൂസിനെ കൊണ്ടുപോകുന്നില്ല. എംലൂസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കട അവൻ തിരിച്ചു വെക്കും. ഭയങ്കര നിർബന്ധവും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനത്തെ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഉമ്മയുടെ കയ്യിൽ അവനെ അങ്ങ് കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. ഉമ്മ അവിടെ അടുത്തുള്ളൊരു കടയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതാണ്ട് ഇത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ. കുറേ നാളുകൊണ്ടേ ഇങ്ങനെ തന്നെ വെള്ളമൊക്കെ ആയി ഭയങ്കര റോഡ് മോശമായിട്ട് കിടക്കുക. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ പോവുകയാണേ. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് മസ്റ്റാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ തന്നെയുള്ള നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ തന്നെ വന്നതാണ് കേട്ടോ. അവിടെ വന്ന് നല്ല സൂപ്പർ സോഡ നാരങ്ങ കുടിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കത് ഫുള്ള് കുടിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുപോലൊരു ഗ്ലാസ്സിനകത്ത് അവർ തരുന്നത്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നി, എനിക്ക് പെട്ടെന്ന് ദാഹിച്ച്. അങ്ങനെ നമ്മൾ സോഡ നാരങ്ങയൊക്കെ കുടിച്ച് നേരെ വീണ്ടും അങ്ങ് പോവുമായിരുന്നേ കരുനാപ്പള്ളിലോട്ട്. അങ്ങനെ കുറേ തപ്പിയതിന് ശേഷം വെച്ചാൽ എനിക്കൊരു കോട്ട് സെറ്റ് കിട്ടി. 499 രൂപയുള്ളായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളനാതുരത്തായിരുന്നു ഞങ്ങൾ പോകുന്നത്. അൻസർക്ക ഇല്ലായിരുന്നു. വൈകിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ടൈമിൽ ഇക്കായ്ക്ക് നല്ല പനിയുടെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇക്ക നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി എന്നെയും കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ നേരെ ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കവർ കണ്ടിട്ടില്ലായിരുന്നു. ഇവരെല്ലാവരും പോയി കണ്ട്, ഞാനേ ഉള്ളായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നേ. പൊട്ടനോ? ഇതെവിടെ വന്നെയാ? നമ്മൾ ഈ ഇരുട്ടത്തോടെ എവിടെ പോവുക എമിലു?
അങ്ങനെ നമ്മളും കണ്ടായിരുന്നു കവരി കേട്ടോ. പിന്നെ പിള്ളേർ രണ്ടുപേരും അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. എനിക്കല്ല കടുവിനാ പോയപ്പോൾ ഓർമ്മ വന്നത്. ബീച്ചിൽ നിന്ന് വന്നതിന് ശേഷം വെച്ച് നമ്മൾ നേരെ കരുനാഗപ്പള്ളി വന്ന് ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നേ. അയ്യോ, ബണ്ണോത്തി 4 ബണ്ണും ഇത് 6 പീസ് 4 പണ്ണേ പൈസ കൊടുത്താൽ എമിലൂസേ മേളിൽ കയറുന്നു. ഇസു ഇസു വല്യാപ്പ ആണ്ട് പോയി കിട്ടിയ പോലെ എമിലൂസും ചിരിച്ചേ. ഇസുവിനൊരു ഉമ്മ കൊടുത്തേ. ഇസുവിനൊരു ഉമ്മ കൊടുത്തേ. അല്ല മോനെ എമിലൂസേ എങ്ങനെ നിസ്കരിക്കുന്നേ? മോനൊന്ന് കാണിച്ചു കൊടുത്തേ. ആ അല്ല അല്ല മിടുക്കി. മാഷാഅല്ലാ. എമിലൂസിന് ഒരു ഉമ്മ കൊടുത്തേ. അല്ലാഹു അക്ബർ. കൈ കെട്ട് കൈ കെട്ട്. എമിലൂസ് കൈ ഒന്ന് കെട്ടിയേ. കൈ കെട്ടി പറ. കൈ കെട്ട്. കൈ കെട്ടാമല്ലോ. അല്ലാ ബാ എടുക്കും അവനെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പിന്നെന്താ, അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.